നമ്മെ പിന്തുടരുന്ന പാപത്തിൻ്റെ ശക്തിയിൽ നിന്നും പാപത്തിൻ്റെ സാന്നിധ്യത്തിൽ നിന്നും നമ്മളെ പൂർണ്ണമായി രക്ഷിക്കുവാൻ കഴിവുള്ളൊരു ദൈവത്തെയാണ്. ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എല്ലാവർക്കും ക്രിസ്തീയ സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം എബ്രായർക്കെഴുതിയ ലേഖനം 7-ാം അധ്യായമാണ്. ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദഭാഗമാണ് എബ്രായർക്കെഴുതിയ ലേഖനം 7-ാം അധ്യായം. അതിൻ്റെ 1 മുതൽ 6 വരെയുള്ള അധ്യായങ്ങളുടെ ഒരു ഉള്ളടക്കമാണ് 7-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. 6-ാം അധ്യായം അവസാനിക്കുന്നത് മൽക്കിസദേക്കിൻ്റെ ക്രമപ്രകാരം യേശുക്രിസ്തുവിൻ്റെ പൗരോഹിത്യത്തെ അവരോഹണം ചെയ്ത് ഉറപ്പിക്കുന്ന വേദഭാഗത്തിലാണ് 6-ാം അധ്യായം അവസാനിക്കുന്നത്. എന്നാൽ 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ മൽക്കിസദേക്കിനേക്കാൾ ശ്രേഷ്ഠനായ ഒരു പൗരോഹിത്യത്തെക്കുറിച്ച്, പൗരോഹിത്യത്തിന് ഉടമയായ ക്രിസ്തുവിനെക്കുറിച്ച്, അഹരോനേക്കാൾ ശ്രേഷ്ഠനായ ഒരു പൗരോഹിത്യത്തിൻ്റെ ഉടമയെക്കുറിച്ച് എബ്രായ ലേഖന കർത്താവ് അവിടെ വിവരിച്ചിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ആ ഭാഗമൊക്കെ ചിന്തയിൽ വെച്ചുകൊണ്ട് തന്നെ അതിൻ്റെ 25-ാമത്തെ ഭാഗം ഇങ്ങനെ നമുക്ക് ചിന്തിക്കാം. ആ 24, 25, 26 വാക്യങ്ങൾ ആ പൗരോഹിത്യത്തിൻ്റെ ശ്രേഷ്ഠത, നിത്യ പൗരോഹിത്യത്തിൻ്റെ ശ്രേഷ്ഠത നമുക്ക് ഇങ്ങനെ വിവരിക്കുന്നത് അവിടെ ഇങ്ങനെ വായിക്കുവാൻ കഴിയും. ഇവരോ എന്നേക്കും ഇരിക്കുന്നത് കൊണ്ട് മാറാത്ത പൗരോഹിത്യമാകുന്നു പ്രാപിച്ചിരിക്കുന്നത്. അഹരോൻ്റെ പൗരോഹിത്യവും മൽക്കിസദേക്കിൻ്റെ ഇതൊക്കെ മരണം കൊണ്ട് മാറുമ്പോൾ, മരണത്താൽ നീങ്ങിപ്പോകുമ്പോൾ ഇവിടെ എന്നേക്കും നിലനിൽക്കുന്ന ഒരു പൗരോഹിത്യത്തിൻ്റെ ഉടമയെക്കുറിച്ച്, ക്രിസ്തുവിനെക്കുറിച്ച് അവിടെ ലേഖന കർത്താവ് പരിചയപ്പെടുത്തിയിട്ട് പറയുക, അതുകൊണ്ട് താൻ മുഖാന്തരം ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി. 25-ാമത്തെ വാക്യത്തിൽ അതുകൊണ്ട് താൻ മുഖാന്തരം ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകിയാൽ ആ പൗരോഹിത്യത്തിൻ്റെ ഉടമയായ കർത്താവ്, നിത്യ പൗരോഹിത്യത്തിന് ഉടമയായ കർത്താവ് സദാ താൻ മുഖാന്തരം ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം. ഇന്ന് നാം ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോഴും ആ ദൈവം പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുക. ആ ദൈവം, അതിൻ്റെ തെളിവാണ് അവൻ ജീവിക്കുന്നു എന്നുള്ളത്. നാം ആരാധിക്കുന്ന, സേവിക്കുന്ന, ഉയർത്തുന്ന ദൈവം ഇന്ന് നാം ഈ ദൈവത്തിൻ്റെ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോഴും നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ ഉയരത്തിൽ ജീവിച്ചിരിക്കുന്നു എന്നുള്ളത് എത്ര ശ്രേഷ്ഠതയേറിയ ഒരു മഹത്വമുള്ള കാര്യമാണ്. പലർക്കും സേവിക്കുന്നത് ആരെയാണെന്ന് ഉറപ്പില്ലാത്തൊരു കാലഘട്ടത്തിൽ, എന്തിനെയാണ് സേവിക്കുന്നതെന്ന് ഉറപ്പില്ലാത്ത കാലഘട്ടത്തിൽ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കൾക്ക് ഉറപ്പോടെ പറയുവാൻ കഴിയും, ഞാൻ സേവിക്കുന്ന ദൈവം എനിക്ക് വേണ്ടി ഈ സമയത്തും പക്ഷപാതം ചെയ്യുവാൻ ഉയരത്തിൽ ജീവനോടെ ഇരിക്കുന്നു. അതാണ് നമ്മുടെ ശ്രേഷ്ഠത. ഒരു ലേഖനകർത്താവ്, ഒരു എഴുത്തുകാരൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പ്രസംഗിക്കുന്ന ദൈവം ഉയർത്തെഴുന്നേറ്റില്ലായിരുന്നെങ്കിൽ ഞാൻ ഈ ദൈവത്തെ പ്രസംഗിക്കത്തില്ലായിരുന്നു, ഞാൻ ഈ ദൈവത്തെ ഉയർത്തത്തില്ലായിരുന്നു. നമ്മുടെ ദൈവം ഉയർത്തപ്പെട്ടതായതുകൊണ്ടാണ് നമുക്ക് ഇത്ര ഉറപ്പും ബലവും തൻ്റെ ഇടം. എൻ്റെ ദൈവം ഇന്നും എനിക്ക് വേണ്ടി ജീവിക്കുന്നു എന്നുള്ളത് നമുക്ക് തൻ്റെ ഇടത്തോടെ പറയുവാനും കഴിയുന്നത്. അതുകൊണ്ട് പക്ഷപാതം ചെയ്യുന്നവരെ കൊണ്ട് സദാ ജീവിക്കുന്ന ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. അടുത്ത വാക്യം ഇങ്ങനെ വായിക്കുന്നത്, അവരെ പൂർണ്ണമായി രക്ഷിക്കുവാൻ അവൻ പ്രാപ്തനാകുന്നു. ആർക്ക് പറയുവാൻ കഴിയും? ഈ ലോകത്തിൽ വന്ന മതനേതാക്കന്മാർക്ക് ആർക്കും പറയുവാൻ കഴിയത്തില്ല, രാജാക്കന്മാർക്ക് പറയാൻ കഴിയത്തില്ല ഒരാളെ പൂർണ്ണമായി രക്ഷിക്കുവാൻ. അയാളുടെ ഇവിടെ നമുക്ക് മനസ്സിലാകുന്ന ഒരു രീതിയുണ്ട്, പാപിയെ രക്ഷിക്കുവാൻ അല്ല, പാപിയെ മാത്രമല്ല, പാപത്തിൻ്റെ എല്ലാ അധികാരത്തിൽ നിന്നും, പാപത്തിൻ്റെ എല്ലാ സാന്നിധ്യത്തിൽ നിന്നും, പാപത്തിൻ്റെ എല്ലാ ശക്തിയിൽ നിന്നും പൂർണ്ണമായും രക്ഷിക്കുവാൻ കഴിവുള്ള ഒരു ദൈവത്തെയാണ് ഞാൻ സേവിക്കുന്നത്. ഏത് രാജാവിന് പറയുവാൻ കഴിയും? ഏത് മതനേതാവിന് പറയുവാൻ കഴിയും? ഏത് സാമൂഹിക നേതാവിന് പറയുവാൻ കഴിയും എനിക്കവനെ പൂർണ്ണമായി രക്ഷിക്കുവാൻ കഴിയുമെന്ന്? രക്ഷിക്കാമെന്ന് പറഞ്ഞു വന്നവർ പലരും രക്ഷയില്ലാതെ ആടി ഉലയുന്ന കാലഘട്ടത്തിൽ എൻ്റെ ദൈവം ഉറപ്പ് തരിക, അവരെ പൂർണ്ണമായി രക്ഷിക്കുവാൻ പ്രാപ്തനുള്ള ദൈവമാണെന്ന്. ഇന്ന് പകൽ ഈ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ സ്നേഹിതരെ, ഞാൻ ആരാധിക്കുന്ന, നാം സേവിക്കുന്ന ദൈവം നമ്മളെ പൂർണ്ണമായി രക്ഷിക്കുവാൻ, നമ്മെ പിന്തുടരുന്ന പാപത്തിൻ്റെ ശക്തിയിൽ നിന്നും, പാപത്തിൻ്റെ സാന്നിധ്യത്തിൽ നിന്നും, പാപത്തിൻ്റെ വഴികളിൽ നിന്നും, എല്ലാ പാപത്തിൻ്റെ ബലത്തിൽ നിന്നും നമ്മളെ പൂർണ്ണമായി രക്ഷിക്കുവാൻ കഴിവുള്ളൊരു ദൈവത്തെയാണ് ഞാൻ സേവിക്കുന്നത്. അടുത്ത ആ വാക്യം അതിനെ ഉറപ്പിക്കുന്ന വാക്യമാണ്. എന്താണ് ആ പൂർണ്ണത എന്നുള്ളത്? അടുത്ത വാക്യം, ഇങ്ങനെയുള്ള മഹാപുരോഹിതനല്ലോ നമുക്ക് വേണ്ടത്, പവിത്രൻ, നിർദോഷൻ, നിർമ്മലൻ, പാപികളോട് വേറിട്ടവൻ, സ്വർഗത്തേക്കാൾ ഉന്നതനായി തീർന്നവൻ. എത്ര
എത്ര മഹത്വകരമായ കാര്യമാണ്, എത്ര ശ്രേഷ്ഠതയേറിയ കാര്യമാണ്. ആദ്യത്തെ 3 കാര്യങ്ങൾ മാനുഷികമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ അവസാനത്തെ 2 കാര്യങ്ങൾ ദൈവത്വത്തിൻ്റെ സമത്വത്തെ മുറുകെ പിടിച്ച് പാപത്തിൽ നിന്ന് വേർപെട്ട് സ്വർഗത്തേക്കാൾ ഉന്നതനായി തീർന്നവൻ. എത്ര മഹത്വകരമായ ചിന്തകളാണ് എൻ്റെ ദൈവത്തെക്കുറിച്ച് പറയുവാനുള്ളത്. അത് മാത്രം നമുക്ക് ചിന്തിച്ചാൽ മതിവരാതെ ദൈവത്തെ ആരാധിക്കുവാൻ കഴിയും, മതിവരാതെ ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയും. എനിക്ക് വേണ്ടി എന്നെ രക്ഷിപ്പാൻ പൂർണ്ണ പ്രാപ്തനായ ദൈവം ഇങ്ങനെയാണ്. അവൻ പവിത്രനാണ്, അവൻ വിശുദ്ധനാണ്, അവൻ വിശുദ്ധിയുള്ളവനാണ്, അവൻ വിശുദ്ധനാണ്, അവൻ നിർദോഷനാണ്, ദോഷമില്ലാത്ത ദൈവനാണ്. അത് മാനുഷികമായി മാനുഷികമായുള്ള ചിന്തയിൽ ബന്ധപ്പെടുത്തി നമുക്ക് പറയുവാൻ കഴിയുന്നതാണ്. പവിത്രനും നിർദോഷനും നിർമ്മലനും എന്നൊക്കെയുള്ളത് മാനുഷികമായ ബന്ധത്തിൽ അവൻ എന്നേക്കാൾ പവിത്രനാണ്, എന്നേക്കാൾ നിർമ്മലനാണ്, എന്നേക്കാൾ നിർദോഷനാണ് എന്ന് പറയുവാൻ കഴിയും. അടുത്ത 2 വാക്യം, അവൻ പാപികളോട് വേറിട്ടവനാണ്. ഇന്നും ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോഴും പാപവുമായി ഒരു ബന്ധവുമില്ലാത്ത ഒരു ദൈവത്തെയാണ് ഞാൻ നിലവിളിക്കുന്നതും, ആ ദൈവത്തോടാണ് ഞാൻ നിലവിളിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും, ആ ദൈവത്തെയാണ് ഞാൻ ആരാധിക്കുന്നതും. അവൻ സ്വർഗത്തേക്കാൾ ഉന്നതനായിരിക്കും, സകല നാമത്തിനും മേലായ നാമമുള്ള ദൈവത്തെയാണ് ഞാൻ ആരാധിക്കുന്നതും ഉയർത്തുന്നതുമെന്ന് നമുക്ക് ധൈര്യത്തോടെ പറയുവാൻ കഴിയും. ഇന്ന് പകൽ ഈ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പ്രിയപ്പെട്ട ദൈവമക്കളെ, സഹോദരങ്ങളെ, നമുക്ക് ആ ഒരു ഉറപ്പുണ്ടാകട്ടെ. എൻ്റെ ദൈവം ഇന്നും എനിക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ ഉന്നതങ്ങളിൽ ജീവനോടെ ഇരിക്കുന്നു. അതുകൊണ്ട് ആ ദൈവത്തെ മുറുകെ പിടിച്ച് എൻ്റെ ജീവിതം തീർക്കുവാൻ ദൈവം എനിക്ക് കൃപ നൽകണമേ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധി നമ്മളെ തന്നെ താഴ്ത്തി നമ്മുടെ ആത്മീയ ജീവിതത്തെ മുന്നോട്ട് നയിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ സഹായിക്കട്ടെ. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.